ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് കോഴിക്കോട് UDF സ്ഥാനാർത്ഥി 43 വോട്ടുകൾക്ക് വിജയിച്ചു. ആ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയുടെ മെമ്പറുടെ സത്യപ്രതിജ്ഞ ചടങ്ങിന് ശേഷമാണ് ഇന്ന് മീഡിയയെ കാണാൻ ഞങ്ങൾ തീരുമാനിച്ചത്. പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ വാശിയേറിയ പ്രചരണങ്ങൾ നടന്ന തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള എല്ലാ കുൽസിത ശ്രമങ്ങളും CPMന്റെ ഭാഗത്ത് നിന്നും ഈ വാർഡിലുണ്ട്. ഒട്ടേറെ അക്രമങ്ങളും മറ്റ് സാമ്പത്തിക തിരിമറികളും ഈ വാർഡിൽ നടത്തുവാനുള്ള ശ്രമങ്ങളുണ്ടായി, സംഘർഷങ്ങളുണ്ടാക്കി. കൊട്ടിക്കലാശത്തിന്റെ അന്നും മനഃപൂർവമായ പ്രശ്നങ്ങൾക്ക് LDF പ്രത്യേകിച്ച് CPM ഈ വാർഡിൽ നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് UDFന്റെ പ്രവർത്തകരുടെ സമചിത്തതയും സമാധാനപരമായ പ്രവർത്തനവും കൊണ്ടാണ് UDF കഴിഞ്ഞ ദിവസത്തെ വൻപിച്ച വിജയം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു ചരിത്ര വിജയം തന്നെയാണ്. കാരണം കോഴിക്കോട് വാർഡ് ഇന്നത്തെ സാഹചര്യത്തിൽ ഉണ്ടായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ UDF ആദ്യമായിട്ടാണ് വിജയിച്ചത്. ഈ തെരഞ്ഞെടുപ്പില് 1-2 പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചില വിവരങ്ങൾ, ചില ആരോപണങ്ങൾ ഞങ്ങൾ ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കറിയാം, ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ ആകമാനം BJPയുമായി CPM ഒരു കൂട്ടുകച്ചവടമുണ്ട്, ഒരു അന്തർധാരയുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിൽ തന്നെ കുരിയോട് വാർഡിൽ പഞ്ചായത്ത് അംഗമായിരുന്ന BJP മെമ്പർ രാജിവെച്ച് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJPയുടെ മഹാഭൂരിപക്ഷ വോട്ടുകളും CPMനാണ് വരുമ്പോൾ ഞങ്ങളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ടാണ് BJP ഈ വോട്ട് കച്ചവടം നടത്തിയത്. ജയിക്കാനും അതുപോലെ തുല്യ ശക്തിയായി നിന്ന് മത്സരിക്കുവാനും കഴിവുണ്ടായിരുന്ന കുറച്ചും കൂടി ശക്തിയായ സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നിട്ട് കൂടി അവർ യഥാർത്ഥത്തിൽ ഒരു സ്ഥാനാർത്ഥിയെ വിളിച്ച് ഇറക്കി വിലക്കെടുത്തു കൊടുത്തു. അപ്പൊ ഇത് ഇവിടെ നിങ്ങൾക്കറിയാം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ഒരു പാർട്ടിയാണ് CPIയും ഇടതുപക്ഷവും. BJPക്കെതിരായിട്ട് പരസ്യമായി പ്രസംഗിക്കുകയും RSSനെയും BJPയും പ്രതിരോധിക്കുവാനുള്ള സംഘടനാ ശേഷി ഉള്ളത് CPMനാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന CPM അത് നേരത്തെ മുതൽ സ്വാധീനിച്ച് ഭരണത്തിന് അവരെ പങ്കാളിയാക്കിക്കൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് വിഹിതം, ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഫണ്ട് വിഹിതം, ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിഹിതം, മന്ത്രിയുടെ പ്രത്യേകമായ പരിഗണന, MLA എന്ന നമ്മളെ ചിഞ്ചൂറായ പ്രത്യേക പരിഗണനയെല്ലാം CPM നടത്തുന്ന അന്തർധാരയെ പുറത്തു കൊണ്ടുവരാനാണ്. ഇത് ജനങ്ങളുടെ ഇടയിൽ അതിശക്തമായി ഞങ്ങൾ പ്രചരണ വിഷയമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. CPM ഈ ഇത്തരം കുൽസിത നീക്കങ്ങളിൽ നിന്ന്, അധികാര കച്ചവടത്തിൽ നിന്ന് ആ വോട്ടുകൾ കോൺഗ്രസിലേക്ക് മടങ്ങി. അതാണ് 20 വോട്ടുകൾ വർദ്ധിപ്പിച്ചത്. പക്ഷേ 166 വോട്ടുണ്ടായിരുന്ന CPMന് ഇപ്പോൾ 235 വോട്ടാണ് കിട്ടിയത്. എവിടെ നിന്നാണ് ഈ വോട്ട് കിട്ടിയതെന്ന് കണക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. BJPയുടെ 80 വോട്ട് ഇപ്പോൾ 15ആയി മാറി. 15 വോട്ടിലേക്ക് BJP മാറിയപ്പോൾ വിജയിച്ചത് BJP വോട്ട് കൊണ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പത്രക്കാർ വളരെ ദയവായി കഴിഞ്ഞ പ്രാവശ്യത്തെ 2020-ലെ 2024-ലെ വോട്ടുകൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ് ആര് തങ്ങളിലായിരുന്നു ധാരണ എന്നുള്ളത്. യഥാർത്ഥത്തിൽ BJPയുടെ സ്ഥാനാർത്ഥിയെ ആ പാർട്ടി വഞ്ചിച്ചിരിക്കുക. ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ പിടിച്ചു നിർത്തി അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് BJP നേതൃത്വം ചെയ്തത്. UDFന്റെ മണ്ഡലം നേതാക്കൾ പങ്കെടുത്തു. വൈദ്യർസിംഗിൽ ഈ ഒരു കാര്യം വളരെ ചർച്ചയാകും എന്നതിനെയാണ് ഞങ്ങൾ ചടയമംഗലം UDFന്റെ ഇലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പത്രസമ്മേളനമാണ് സാക്ഷിയുടെ പ്രേക്ഷകർ കണ്ടത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അഡ്വക്കേറ്റ് ഉഷാ ബോസിൻ്റെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എതിർ മുന്നണി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ
അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് UDF നേതാക്കൾ അത്തരം വിമർശനങ്ങളെ നേരിട്ടിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ചയായി ഉയർന്നു വരും. ഈ പത്രസമ്മേളനത്തിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി MM നസീർ, VO സാജൻ, ചന്ദ്രബോസ്, കെട്ടിടത്തിൽ ശ്രീകുമാർ, വടക്കത്തിൽ നാസർ, കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് AR റിയാസ്, യൂസഫ് ചേരപ്പള്ളി, പട്ടപ്പണ മാധവൻ, വാർഡ് മെമ്പറായിട്ടുള്ള ഉഷ ബോസ്, ഉഷ വിജയൻ, ഷീജ വിജയൻ തുടങ്ങി നിരവധി നേതാക്കൾ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പത്രസമ്മേളന വേദിയിൽ നിന്നുകൊണ്ട് സാക്ഷിക്ക് വേണ്ടി ദൃശ്യങ്ങൾ പകർത്തിയത് ഗോപൻ മുദ്ര.